ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്വീറ്റ് പൊട്ടറ്റോ കട്ട്ലറ്റാണ്. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 3 മീഡിയം സൈസുള്ള സ്വീറ്റ് പൊട്ടറ്റോ ആണ്. അത് നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ടോ അതോ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. വേവിച്ചെടുത്താൽ ഇതുപോലെ ഉണ്ടാവും. ഇനി അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തത് ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസുള്ള വലിയുള്ളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 2 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. കൂടെ തന്നെ ആവശ്യത്തിന് മല്ലിയില കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് അരിപ്പൊടിയാണ്. വറുത്ത് പൊടിച്ചിട്ടുള്ള ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല, കോൺഫ്ലവറും യൂസ് ചെയ്യുന്നില്ല. ഇനി അതൊരു സ്പൂണോ കയ്യോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ കിട്ടും. ഇനി ഇതുപോലെ കിട്ടുന്നില്ല, ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കയ്യിൽ വെള്ളമൊന്നാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി, കൈയൊന്ന് നനച്ചിട്ട്. ഇനി ഇത് ഉരുളകളാക്കി, കൈകൊണ്ട് ഉരുളകളാക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അതുപോലെ ഉണ്ടാക്കിയെടുത്തതാണിത്. എനിക്ക് ഏതാണ്ട് ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ വറുത്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനിതാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓയിൽ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഇനി എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് കട്ട്ലറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട്ലറ്റിൻ്റെ ഒരു വശം നന്നായി മുരിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാം. 2 രീതിയിലാണ് ഞാനിവിടെ കട്ട്ലറ്റ് തയ്യാറാക്കുന്നത്. ഒന്ന് ഇതുപോലെ ഡയറക്റ്റ് എണ്ണയിൽ ഇട്ടിട്ട്, രണ്ടാമത്തേത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് അത് എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ്. 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ട് ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഏതാണ്ട് 2 ഭാഗവും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു ഭാഗം നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം മാത്രമേ തിരിച്ചിടാവൂ. ഇപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതാണ് ഫസ്റ്റ് വേർഷൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ടുള്ള വേർഷനാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കട്ട്ലറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ വശവും നന്നായി കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലും എല്ലാ വശവും നന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കണം. നല്ല രീതിയിൽ തന്നെ കോട്ടായി എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു കടായിൽ നന്നായി എണ്ണ ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എണ്ണയിൽ നന്നായി ഒന്ന് ഒരു ഭാഗം മുരിഞ്ഞ ശേഷം അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത ഭാഗവും നന്നായി മുരിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് വേർഷൻ. ഞാൻ 2 രീതിയിലും ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.